അപാര ഏകാദശി വ്രതകഥ ഇപ്രകാരമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്ന കഥ ഇപ്രകാരമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹീദ്വാജ് എന്നൊരു പ്രജാതൽപരനായ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബൃജ്ധ്വാജ് വളരെ ക്രൂരനായിരുന്നു. എപ്പോഴും മഹാരാജാവിന് ഉപദ്രവമായി ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ക്രൂരതയും വെറുപ്പും കലർന്ന അനുജൻ അദ്ദേഹത്തെ വധിക്കുകയും കാട്ടിലുള്ള ഒരു ആൽമരത്തിന് ചുവട്ടിൽ കുഴിച്ചിടുകയും ചെയ്തു. മഹാരാജാവ് അതിനുശേഷം ഒരു പ്രേതമായി ആ ആൽമരത്തിൻ്റെ മുകളിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഒരിക്കൽ ആ വഴി വന്ന ധൗമ്യ മഹർഷി ഈ പ്രേതത്തിനെ കാണാനിടയാവുകയും അദ്ദേഹത്തോട് വിവരങ്ങൾ ആരായുകയും ചെയ്തു. മുൻജന്മ പാപഫലങ്ങൾ കൊണ്ടാണ് രാജാവിന് ഈ വിധം പ്രേതരൂപം ധരിക്കാൻ ഇടവന്നത് എന്നും അതിനുവേണ്ടി മുക്തി നേടുവാനായി അപാര ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ പറയുകയും ചെയ്തു. വിധിയാവണ്ണ അപാര ഏകാദശി വ്രതം അനുഷ്ഠിച്ച രാജാവ് പ്രേതരൂപത്തിൽ നിന്ന് മുക്തി നേടി ദിവ്യരൂപം ധരിച്ചു.